ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. റോസ് ഫാമിലി പ്രേ ഗ്രൂപ്പ് എന്ന ഈ ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ കർത്താവിൻ്റെ വചനവുമായി നിൽക്കുവാൻ സർവശക്തനായ ദൈവം എന്നെ ഇടയാക്കിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ഗ്രൂപ്പിൻ്റെ അഡ്മിനായി പ്രവർത്തിക്കുന്ന സിസ്റ്റർ റോസ്ലിൻ സുരേഷ് ഈറോഡ് അവർക്കും മറ്റ് അഡ്മിന്മാർ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശു കർത്താവിൻ്റെ ദുസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഹല്ലേലൂയ. അല്പസമയം നമുക്ക് ദൈവത്തിനെ ചിന്തിക്കുവാനായിട്ട് എടുത്തിരിക്കുന്ന വിഷയം ഇതാണ്. യോശുവയുടെ പുസ്തകം 21-ാം അധ്യായം 45-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് അരുളി ചെയ്ത വാഗ്ദാനങ്ങളിൽ ഒന്നും വൃഥാവാക്കാതെ സകലവും നിവർത്തിയായി. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ സ്വർഗീയ നല്ല പിതാവേ, ഈ വചനം അങ്ങേക്കുള്ളത്. വചനം സംസാരിപ്പാൻ അടിയന്റെ നാവോടുകൂടെ ഇരിക്കണമേ. കേൾക്കുന്ന വചനം എല്ലാവരുടെയും ജീവിതത്തിൽ വിടുതലാക്കി അങ്ങ് തീർക്കണമേ. അങ്ങ് തന്നെ കൂടെ ഇരുന്ന് മാനിച്ച കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നാം വായിച്ച വാക്യം ഇപ്രകാരമാണ്. യോശുവയുടെ പുസ്തകം 21-ാം അധ്യായം 45-ാമത്തെ വാക്യമാണ് നാം വായിച്ചത്. യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് അരുളി ചെയ്ത വായിക്കുന്നു വാഗ്ദാനങ്ങളിൽ ഒന്നും വൃഥാവാക്കാതെ സകലവും നിവർത്തിയായി. എൻ്റെ വിഷയം ഇതാണ്. വാഗ്ദാനങ്ങളിൽ ഒന്നും വൃഥാവാക്കാതെ സകലവും നിവർത്തിയാക്കിയ അല്ലെങ്കിൽ നിവർത്തിയാക്കിയ ദൈവത്തെക്കുറിച്ചാണ് അല്പസമയം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നാം വായിച്ച വാക്യപ്രകാരമാണ്. യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് അരുളി ചെയ്ത വാഗ്ദാനങ്ങളിൽ ഒന്നും വൃഥാവാക്കാതെ സകലവും നിവർത്തിയായി. ആരാണ് ഇസ്രായേൽ ഗൃഹം? നമുക്കറിയാം, അബ്രഹാമിന്റെ ദൈവം 75-ാമത്തെ വയസ്സിൽ കൽദേ പട്ടണമായ ഊരിൽ നിന്ന് വിളിച്ചു വേദിരിക്കുമെന്നൊക്കെ ഇടയായിത്തീർന്നു. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ നിന്റെ പിതൃഭവനത്തെ ചാർച്ചക്കാരെ വിട്ടോ, ഞാൻ നിന്നെ കാണിപ്പാൻ ദേശത്തേക്ക് പോകാം എന്ന് വിളിച്ചിറക്കിയിട്ട് അബ്രഹാമിനോട് ദൈവം ഒത്തിരി വാഗ്ദത്തങ്ങൾ നൽകുന്നുണ്ട്. നീ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നീ ശപിക്കുന്നവരെ ഞാൻ ശപിക്കുമെന്ന വാഗ്ദത്തങ്ങൾ നൽകി ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അബ്രഹാം ദൈവത്തോട് ചോദിക്കുന്ന യഹോവയോട് പറയുന്ന ഇപ്രകാരമാണ്. എൻ്റെ അവകാശി ഈ ദാസനായ എലിയാസർ എന്ന് പറയുമ്പോൾ യഹോവയായ ദൈവം പറയുന്നു, അല്ല, ഈ എലിയാസർ അല്ല, നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന അല്ലെങ്കിൽ നിന്റെ മകൻ തന്നെ, നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശി എന്ന് പറഞ്ഞ് വാഗ്ദത്തം കൊടുക്കുകയാണ്. നമുക്കറിയാം, ആ വാഗ്ദത്തിന് വേണ്ടി അബ്രഹാം നീണ്ട വർഷം കാത്തിരിക്കേണ്ടി വന്നു. നീണ്ട 25 വർഷം അബ്രഹാം കാത്തിരിക്കേണ്ടതാ വന്നു. എന്നാൽ 25-ാമത്തെ വർഷത്തെ കാത്തിരിപ്പിന് ശേഷം യഹോവയായ ദൈവം അബ്രഹാമിനൊരു തലമുറയെ നൽകി. അവന്റെ പേരാണ് ഇസഹാക്ക്. ഹല്ലേലൂയ. നമുക്കറിയാം, ഇസഹാക്കിൽ നിന്ന് യാക്കോബും അവിടെ നമുക്കറിയാം ഇസഹാക്കിൽ നിന്ന് യാക്കോബും ഏശാവും ജനിച്ചു. നമുക്കറിയാം, യാക്കോബിന് 12 മക്കളുണ്ടായി. ആ 12 മക്കൾ പിന്നെ ഗോത്രമായി മാറുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. നമുക്കറിയാം, യോസേപ്പ് യാക്കോബിന്റെ മകനായ യോസേപ്പ് മിസ്രൈമിലെ മേലധികാരിയായി മാറിയപ്പോൾ യാക്കോബിന്റെ മക്കളും കൊച്ചുമക്കളും എല്ലാവരുമായി താൻ പോകുന്നത് 70 പേരായി മിസ്രൈം ദേശത്തേക്ക് പോകുകയാണ്. എന്ന് വെച്ചാൽ യോസേപ്പിന്റെ അടുക്കലേക്ക് പോകുകയാണ്. എന്നാൽ പ്രിയ ദൈവത്തിലെ 70 പേരായി പോയതായ നമുക്കറിയാം, പിന്നീടുള്ള കാലം നമുക്കറിയാം, അവിടെ ചെന്ന ശേഷം ജനം വർദ്ധിച്ചു പെരുകുവാനായിട്ട് തുടങ്ങി. യോസേപ്പിന്റെ കാലത്തുണ്ടായിരുന്ന ഫറവോൻ മരിച്ച ശേഷം വേറൊരു ഫറവോൻ അവിടെ രാജ്യഭാരം ഏറ്റെടുത്തപ്പോൾ ഈ ജനത്തോട് പീഡകൾ ചെയ്യുവാനായിട്ട് തുടങ്ങി. ഊഴിയ വേലക്കാരെയാക്കി അവരെ ഉപദ്രവിക്കുവാനും അവരെ ചാട്ടവാറ കൊണ്ട് അടിക്കാനും അവരെ കൊണ്ട് കഠിനമായ വേലകളൊക്കെ ചെയ്യിക്കുവാനൊക്കെ ഇടയായിത്തീർന്നു. എന്നാൽ നമുക്കറിയാം, ഇസ്രായേൽ മക്കളുടെ രക്ഷയ്ക്കായി ദൈവം മോശയെ എഴുന്നേൽപ്പിക്കാൻ ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. നമുക്കറിയാം, മോശയെ ദൈവം ഒത്തിരി പ്രതികൂലങ്ങൾ കൂടി പ്രതിസന്ധിയിൽ കൂടി ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന നമുക്ക് കാണുവാൻ സാധിക്കുന്നു.
അതേ ഇസ്രായേൽ ദേശത്ത് അവിടെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. യാക്കോബിന്റെ മക്കളും കൊച്ചുമക്കളും എല്ലാവരുമായി ഏകദേശം 70 പേർ അവിടെ ചെന്നു. എന്നാൽ മിസ്രൈമിൽ നിന്ന് മടങ്ങി വരവില് 70 പേരല്ല, ദൈവം അവരെ വർദ്ധിപ്പിച്ചു. നമുക്ക് അവിടെ പുറപ്പാട് പുസ്തകത്തിൽ വായിച്ചു വരുമ്പോൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. അവർ പുരുഷന്മാർ ഏകദേശം അവിടെ വായിക്കുന്ന ഇപ്രകാരമാണ്. അതേ വായിച്ചു വരുമ്പോ പുരുഷന്മാർ കാലക്രമേണ അത് പുരുഷന്മാർ മാത്രം 6 ലക്ഷം പേരുമായിട്ടാണ് 70 അതേ പോയെങ്കിൽ അതേ 6 ലക്ഷം പുരുഷന്മാർ അതേ എന്ന് വെച്ചാൽ പുരുഷന്മാരെ കണക്ക് മാത്രമേ അവിടെ പറയുന്നുള്ളൂ. അത് സ്ത്രീകളുടെ കുഞ്ഞുങ്ങളുടെ കണക്കുകൾ പറഞ്ഞാൽ ഒത്തിരി അതിൽ കൂടുതൽ ഒത്തിരി പറയുവാനായിട്ട് കാണും. എന്നാൽ അവിടെ വായിക്കുന്നു അതേ പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട് 6 ലക്ഷം പുരുഷന്മാർ ഉണ്ടായിരുന്നുവെന്ന്. ഹല്ലേലൂയ. അവിടെ നിന്ന് പുറപ്പെട്ട് വരുമ്പോൾ അതേ പ്രിയ ദൈവത്തിലെ ഹല്ലേലൂയ ഈ ജനം അത് ഇസ്രായേൽ ജനമായി മാറി. ഈ ജനം എന്താ ചെയ്തത് നമുക്കറിയാം. അതേ ഇന്നും അതേ നിലകൊള്ളുന്ന ഒരു രാജ്യമായി ഇസ്രായേൽ രാജ്യമായി മാറുവാൻ ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ ഒരു ദൂത് ഞാൻ കൈമാറട്ടെ. നീ ഒറ്റയ്ക്ക് വിശ്വാസം ഇറങ്ങി തിരിച്ചുവെങ്കിൽ അതേ സൂത്രം നിന്നിൽ കൂടി ഒരു കൂട്ടം എഴുന്നേൽക്കും. ദിഗമന വൈഡമന. ഹല്ലേലൂയ. അബ്രഹാം ഒറ്റയ്ക്ക് വിശ്വാസം ഇറങ്ങി തിരിച്ചത്. അബ്രഹാമിൽ കൂടി ഒരു ഗോത്രം എഴുന്നേറ്റു. ആ ഗോത്രം പിന്നീട് രാജ്യമായി മാറി. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, നീ ഒറ്റയ്ക്കോ വിശ്വാസം ഇറങ്ങി തിരിച്ചുവെങ്കിൽ നിന്നിൽ കൂടി ഒരു കൂട്ടം എഴുന്നേൽക്കുവാനുണ്ട്. റിഗമന വൈഡമന. ഹല്ലേലൂയ. നീ പറയാറില്ലേ, ഞാൻ ഒറ്റയ്ക്ക് അതേ വിശ്വാസം ഇറങ്ങി തിരിച്ചത്, എന്നോടൊപ്പം പ്രാർത്ഥിക്കുവാൻ ആരുമില്ല, എന്നോടൊപ്പം പാടുവാൻ ആരുമില്ല, എന്നോടൊപ്പം ആലയത്തിൽ വരുവാൻ ആരുമില്ല എന്ന് നീ ഇറങ്ങുന്നോ? എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ നീ ഒറ്റയ്ക്ക് വിശ്വാസം ഇറങ്ങി തിരിച്ചുവെങ്കിൽ നിന്നിൽ കൂടി ഒരു കൂട്ടം എഴുന്നേൽക്കും. റിഗമന വൈഡമന. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ നമുക്ക് അറിയാം. ഹല്ലേലൂയ. ഇസ്രായേൽ ജന അതേ ഇറക്കുമ്പോൾ അതെ അവരെ സുതരം ഇസ്രായേൽ ദേശത്ത് ഇറക്കുമ്പോൾ പറയുന്ന ഒരു വാഗ്ദത്തമുണ്ട്. അതേ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടെത്തിക്കുമെന്ന് ദൈവം വാഗ്ദത്തം നൽകിയാണ്. ഹല്ലേലൂയ. അതേ ദൈവത്തോട് നമുക്കറിയാം അവരുടെ യാത്രാ മധ്യയില് അവർ ദൈവത്തോട് അനുസരണക്കേട് കാട്ടിയത് കൊണ്ട്, ദൈവത്തെ കോപിപ്പിച്ചത് കൊണ്ട്, ദൈവത്തോട് പിറുപിറുത്തത് കൊണ്ട്, അവർ ദൈവത്തോട് സുതരം അതേ ഇതുപോലെ ദൈവത്തിന് ഇഷ്ടമില്ലാതെ ചെയ്തത് കൊണ്ട് അത് ഏകദേശം പേർ മരുഭൂമിയിൽ പട്ടുപോയി. എങ്കിലും ദൈവം തന്റെ വാഗ്ദത്തം നിറവേറ്റാൻ അവിടെ മറന്നില്ല. ഹല്ലേലൂയ. അത് എങ്കിലും യഹോവയായ ദൈവം അവിടെ വാഗ്ദത്തം നിറവേറ്റുവാൻ ഇടയായിത്തീർന്നു. നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതെ ഇസ്രായേൽ മക്കളിൽ നിന്ന് അവിടെ നിന്ന് പുറപ്പെട്ടവരിൽ നിന്ന് ഏകദേശം പേർ നഷ്ടപ്പെട്ടുപോയെങ്കിലും പട്ടുപോയെങ്കിലും പറയുന്നുണ്ട്, നീ ഒന്നും അറിയാത്ത ഇനി ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ അതെ അവർ കനാൻ ദേശത്ത് എത്തുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് യാത്ര തിരിക്കാൻ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ നമുക്കറിയാം. അതേ ശലോമോൻ തന്റെ പ്രാർത്ഥനയിൽ പ്രകാരം പറയുന്നുണ്ട്. 1 രാജാക്കന്മാരുടെ പുസ്തകം 8:56 ശലോമോൻ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പറയുന്നുണ്ട്, താൻ വാഗ്ദത്തം ചെയ്തതുപോലെ ഒക്കെയും തന്റെ ജനമായി ഇസ്രായേലിന് സ്വസ്ഥത നൽകിയിരിക്കുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ. അവൻ തന്റെ ദാസനായ അവിടെ വായിക്കുന്ന അവൻ തന്റെ ദാസനായി മോശെ മുഖാന്തരം അരുളി ചെയ്ത അവന്റെ നല്ല വാഗ്ദാനങ്ങളെ എല്ലാറ്റിലും വെച്ച് ഒന്നെങ്കിലും നിഷ്ഫലമായിട്ടില്ലല്ലോ എന്ന് അതേ ശലോമോൻ അതേ ദൈവത്തിനെ പ്രാർത്ഥിക്കുന്ന കാണുവാൻ സാധിക്കുന്നു. ആ വാക്യം ഒന്നുകൂടെ ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. താൻ വാഗ്ദാനം ചെയ്തതുപോലെ ഒക്കെയും തന്റെ ജനമായ ഇസ്രായേലിന് സ്വസ്ഥത നൽകിയിരിക്കുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ. ശലോമോൻ പ്രാർത്ഥിക്കുകയാണ്. അടുത്ത് പറയുക, അവൻ തന്റെ ദാസനായ മോശെ മുഖാന്തരം അരുളി ചെയ്ത അവന്റെ നല്ല വാഗ്ദാനങ്ങളെ എല്ലാറ്റിലും വെച്ച് ഒന്നെങ്കിലും നിഷ്ഫലമായിട്ടില്ലല്ലോ എന്ന്. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ നാം ഓരോരുത്തരും പുതിയ നിയമ ഇസ്രായേലാണ്. ഹല്ലേലൂയ. അതേ പഴയ നിയമ ഇസ്രായേൽ ജനത്തോട് അതേ കനാൻ ദേശം വാഗ്ദത്തം ചെയ്തെങ്കിൽ പുതിയ നിയമ ഇസ്രായേലായ നമ്മോട് വാഗ്ദത്തം ചെയ്യുന്ന ഒരു കാര്യം കനാൻ ദേശമല്ല, അതേ നിത്യജീവനാണ്. ഹല്ലേലൂയ. നമുക്കറിയാം തീത്തോസിന് അതേ നമുക്കറിയാം ലേഖനം എഴുതുമ്പോൾ അത് പൊതുവിശ്വാസം നിജപുത്രനായ അത് തീത്തോസിന് ലേഖനം എഴുതുമ്പോൾ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നുണ്ട്. അത് തീത്തോസിന്റെ ലേഖനം അത് 1 മുതൽ 3 വരെ വായിച്ചു വരുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നുണ്ട്, നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ
അതേ കൽപ്പന പ്രകാരം എന്നെ പരമേൽപ്പിച്ച പ്രസംഗത്താൽ തക്ക സമയത്ത് തന്റെ വചനം വെളിപ്പെടുത്തിയ പോഷ്കില്ലാത്ത ദൈവം, അവിടെ വായിക്കുന്ന ഇപ്രകാരം, പോഷ്കില്ലാത്ത ദൈവം സകല കാലത്തിനു മുമ്പേ വാഗ്ദത്തം ചെയ്ത ജീവന്റെ പ്രത്യാശ ഹേതുവായി തന്റെ വൃദ്ധന്മാരുടെ വിശ്വാസത്തിനും ഭക്തിക്ക് അനുസരമായ സത്യത്തിന്റെ പരിജ്ഞാനത്തിനുമായി ദൈവത്തിന്റെ ദാസനും യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനുമായ അതേ പൗലോസ് പൊതുവിശ്വാസത്തിൽ നിജപുത്രനായ അതേ തീത്തോസിന് എഴുതുന്നത് അവിടെ വായിക്കുന്ന നോക്കിയേ. അവിടെ വായിക്കുന്ന നമുക്ക് വേണ്ടി ദൈവം തന്ന വാഗ്ദത്തം നിത്യജീവന്റെ പ്രത്യാശയാണ്. ഹല്ലേലൂയ. പഴയ നിയമത്തില് അത് ഇസ്രായേലിന് കൊടുത്ത വാഗ്ദത്തം പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോകാമെന്നെങ്കിൽ അതെ അങ്ങനെയാണെങ്കിൽ പുതിയ നിയമ ഇസ്രായേലായ നമുക്കുള്ള വാഗ്ദത്തം അത് നിത്യജീവന്റെ പ്രത്യാശയാണ്. ഹല്ലേലൂയ. അതേ പ്രിയരെ, ഹല്ലേലൂയ. പുതിയ നിയമ ഇസ്രായേലായ നമുക്ക് ദൈവ വാഗ്ദത്തം ചെയ്ത ഒരു പ്രത്യാശ എന്ന് പറയുന്നത് നിത്യജീവന്റെ പ്രത്യാശയാണ്. ഹല്ലേലൂയ. അതേ നമുക്കറിയാം, അതേ ആത്മീയമായി, അതേ സ്വത്രം ആത്മീയമായി ചിന്തിച്ചാൽ, അതേ സ്വത്രം ആത്മീയമായി വാഗ്ദാനമാണെങ്കിൽ ഇത് അതേ ഭൗതികമായ വാഗ്ദാനങ്ങൾ, അത് വാഗ്ദത്തങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മെക്കുറിച്ച്, നമ്മുടെ തലമുറകളെ കുറിച്ച്, നമ്മുടെ ശുശ്രൂഷയെ കുറിച്ച്, നമ്മുടെ വചന മാർഗത്തെ കുറിച്ച് പലവിധമായ വാഗ്ദത്തങ്ങൾ, അത് വാഗ്ദാനങ്ങൾ നാം കേട്ടവരാണ്. അതേ ചെറിയ പ്രായം മുതലേ, കുഞ്ഞുനാള് മുതലേ വാഗ്ദത്തം കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങളാണ് നാം ഓരോരുത്തരും. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ, ദൈവം നമ്മുടെ ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചയമായി നിവർത്തിക്കുക തന്നെ ചെയ്യും. ഫലം 1 തെസ്സലോനിക്ക ലേഖനം 5:24 പ്രകാരം പറയുന്നു. അവിടെ വായിക്കുന്നു, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. ഏതാ നിവർത്തിക്കുന്നത്? നിന്നെ കുറിച്ചുള്ള വാഗ്ദത്തം, നിന്റെ തലമുറയെ കുറിച്ചുള്ള വാഗ്ദത്തം, നിന്റെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള വാഗ്ദത്തം, നിന്റെ ഉപജീവന മാർഗത്തെ കുറിച്ചുള്ള വാഗ്ദത്തം, അത് നിന്റെ ശുശ്രൂഷയെ കുറിച്ചുള്ള വാഗ്ദത്തം, നിന്റെ വിദേശ യാത്രയുമായി ബന്ധപ്പെട്ട വാഗ്ദത്തം നിശ്ചയമായി നിവർത്തീകരിക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ടെന്ന് റിബനവ ഷൈഡമന. ഹല്ലേലൂയ. ദൈവാത്മ മറ്റൊരു വചനം എന്നെ വെളിപ്പെടുത്തുക. യെശയ്യാവിന്റെ പുസ്തകം 14:24 ഇപ്രകാരം പറയുന്നുണ്ട്. യഹോവയ, അവിടെ വായിക്കുന്ന ഇപ്രകാരമാണ്. അതേ അവിടെ വായിച്ചു വരുമ്പോൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. ആ ഭാഗം നമുക്കൊന്ന് എടുക്കാം. അതേ ദൈവാത്മ പെട്ടെന്ന് ഹല്ലേലൂയ എന്നെ വെളിപ്പെടുത്തിയത് കൊണ്ടാണ്. അതേ പ്രിയ ദൈവം, നമുക്ക് ആ ഭാഗം ഒന്ന് വായിച്ചിട്ട് കടന്നു വരാം. ഹല്ലേലൂയ. യെശയ്യാവിന്റെ പുസ്തകം അതേ 14:24 അവിടെ ഇപ്രകാരം പറയുന്നു, സൈന്യങ്ങളുടെ യഹോവ ആണയിട്ട് അരുളി ചെയ്യുന്നത്. അടുത്ത് പറയുകയാണ്, ഞാൻ വിചാരിച്ചതുപോലെ സംഭവിക്കാം, ഞാൻ നിർണയിച്ചതുപോലെ നിവർത്തിയാകും. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവമേ, നിന്നെ കുറിച്ച്, അതേ നിന്റെ പൈതലിനെ കുറിച്ച്, നിന്റെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അവിടെ പറയാ, യഹോവ ആണയിട്ട് അരുളി ചെയ്യുക. ഹല്ലേലൂയ. നമുക്കറിയാം, നാം ആണയിടുന്നത് ഒരു കാര്യത്തെ ഉറപ്പിക്കാൻ വേണ്ടിയാ. ഇവിടെ ആണയിടുന്നത് യഹോവയായ ദൈവമാ. അവിടെ വായിക്കുന്ന ഇപ്രകാരമാണ്, സൈന്യങ്ങളുടെ യഹോവ ആണയിട്ട് അരുളി ചെയ്യുന്നത്, ഞാൻ വിചാരിച്ചതുപോലെ സംഭവിക്കും, ഞാൻ നിർണയിച്ചതുപോലെ നിവർത്തിയാകും. അതേ പ്രിയ ദൈവത്തിലെ, നിന്നെ കുറിച്ചുള്ള നിർണയം എന്ന് വെച്ചാൽ തീരുമാനം. ഹല്ലേലൂയ. അതേ നിന്നെ കുറിച്ചുള്ള അതേ ദൈവത്തിന്റെ വിചാരങ്ങൾ, ദൈവത്തിന്റെ നിർണയം അതുപോലെ നിവർത്തിയാക്കുവാൻ ഒരു ശക്തനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ, വർഷം എത്ര കഴിഞ്ഞാലും, അതേ ഒത്തിരി വർഷങ്ങൾ നീ അതേ വാഗ്ദത്തം കേട്ടവളാണോ, അത് ഒത്തിരി നാളുകളായോ വാഗ്ദത്തം കേട്ടിട്ട് ഇതുവരെ എന്റെ ജീവിതത്തിൽ വാഗ്ദത്തം നിറവേറപ്പെട്ടില്ലല്ലോ എന്ന് ഭാരപ്പെടുകയാണോ? എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവം, നിനക്ക് വേണ്ടി തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ഒരു ദൈവം നിന്നോട് കൂടെയുണ്ട്. യെശയ്യാവിന്റെ പുസ്തകം 60:22 ഇപ്രകാരം പറയുന്നുണ്ട്, യഹോവയ, ഞാൻ അതിനെ തക്ക സമയത്ത് ശീഘ്രമായി നിവർത്തിക്കും. അതേ പ്രിയ ദൈവത്തിലെ, നിന്നോട് വാഗ്ദത്തം പറഞ്ഞത് മനുഷ്യനല്ല, യഹോവയായ ദൈവം അത്രേ നിന്നോട് വാഗ്ദത്തം പറഞ്ഞത്. അങ്ങനെയെങ്കിൽ നിന്റെ വാഗ്ദത്തത്തെ അത് നശിപ്പിച്ചു കളയുവാൻ, അല്ലെങ്കിൽ വാഗ്ദത്തം നിറവേറപ്പെടാതെ ഈ ലോകത്ത് നിന്ന് മാറ്റിക്കളയുവാൻ ഒരു ദുഷ്ടശക്തിക്കോ, ഒരു മാനുഷിക ശക്തികൾക്കോ, ഒരു പൈശാചിക ശക്തികൾക്കോ, ഒരു ആഭിചാരത്തിനോ മന്ത്രത്തിനോ കഴിയത്തില്ല. കാരണം നിന്നോട് വാഗ്ദത്തം പറഞ്ഞത് ദൈവമത്രേ. രിഗമന വൈഡമന. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവമേ, നിനക്ക് വേണ്ടി തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്വർഗം നിന്നോട് കൂടെയുണ്ട്. നാം വായിച്ച കുറിവാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇപ്രകാരമാ വായിച്ചത്. അതേ യോശുവയുടെ പുസ്തകം 21:45 യഹോവ ഇസ്രായേൽ ഗൃഹത്തോട്
ഗ്രഹത്തോട് അരുളി ചെയ്ത വാഗ്ദാനങ്ങളിൽ ഒന്നും വൃഥാവാക്കാതെ സകലവും എന്ത് ചെയ്തു? നിവർത്തിയാക്കി. നിവർത്തിയായി. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ, അതേ നമ്മുടെ നമ്മെ കുറിച്ചുള്ള വാഗ്ദത്തം, അതേ ഇസ്രായേൽ ജനത്തോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം അത് നിറവേറ്റിയെങ്കിൽ, തക്ക സമയത്ത് നിറവേറ്റിയെങ്കിൽ, നമ്മെ കുറിച്ചുള്ള വാഗ്ദത്തം നിറവേറ്റുവാൻ ഒരു ശക്തനായ ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്ന് രിഗമന വൈഡമന അതരഗമന വൈഡമന അതേ കുഞ്ഞെ നിശ്ചയമായി നിന്നോട് പറഞ്ഞ വാഗ്ദത്തം. അതേ നമുക്കറിയാം, ഹബക്കൂക്ക് 2:3 പ്രകാരം പറയുന്നു, ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, അത് വൈകാലം അതിനായി കാത്തിരിക്കാം, അത് വരും, നിശ്ചയം താമസിക്കുകയുമില്ല. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവമേ, നിന്നോട് ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് കാലം എത്ര കഴിഞ്ഞാലും, വർഷം എത്ര കഴിഞ്ഞാലും, അത് നിന്റെ പ്രായമേറിയാലും, അതൊന്നും ദൈവത്തിന് വിഷയമല്ല. നിനക്ക് വേണ്ടി തക്ക സമയത്ത് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്വർഗം, ഹല്ലേലൂയ, ഒരു ദൈവം നിന്നോട് കൂടെയുണ്ടെന്ന് രിഗമന വൈഡമന അതരഗമന വൈഡമന നിശ്ചയമായി നിന്റെ വിഷയത്തിലല്ല, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, അത് നിന്റെ ഉപജീവന മാർഗത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ, നിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, അതേ നിന്റെ സാമ്പത്തിക വിഷയത്തിലല്ല പ്രവർത്തിക്കുവാൻ ഒരു ശക്തനായ ദൈവം നിന്നോട് കൂടെയുണ്ട്. നിനക്ക് വേണ്ടി അത് നിവർത്തിച്ച് തരുന്നൊരു ദൈവം. ഹല്ലേലൂയ. നമ്മൾ വായിച്ച കുറുവാക്യത്തിലേക്ക് വരുമ്പോൾ ഇസ്രായേൽ ഗൃഹത്തോട് പറഞ്ഞ വാഗ്ദത്തങ്ങളിൽ അത് അവിടെ വായിക്കുന്നു ഇപ്രകാരമാണ്: യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് അരുളിച്ചെയ്ത വാഗ്ദാനങ്ങളിൽ ഒന്നും വൃഥാവാക്കാതെ. നോക്കിക്കേ, പറയുന്ന ഒരു വാക്ക് നോക്കിക്കേ, ഒന്നും വൃഥാവാക്കാതെ എന്ന് വെച്ചാൽ ഒന്നും വെറുതെയാക്കാതെ സകലവും നിവർത്തിയാക്കി. ഹല്ലേലൂയ. സകലവും നിവർത്തിയായി. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ, പുതിയ നിയമ ഇസ്രായേലായ നമ്മുടെ ഓരോരുത്തരുടെ ദൈവം പറഞ്ഞ വാഗ്ദത്തം, നമ്മെക്കുറിച്ച് പറഞ്ഞ വാഗ്ദത്തം നിശ്ചയമായി അത് തക്ക സമയത്ത് നിവർത്തിയാക്കുന്ന ഒരു സ്വർഗം, ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ, നാം വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരുന്ന ഒത്തിരി ഭക്തന്മാരെ കാണുവാൻ സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, നാം ചിന്തിച്ചു, അബ്രഹാം അത് നീണ്ട 25 വർഷം അതേ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടത് വന്നു. യോസെഫിനെ നോക്കിക്കേ, യോസെഫിനെ ദർശനം കണ്ടു, അല്ലെങ്കിൽ സ്വപ്നങ്ങൾ കണ്ടു. ആ സ്വപ്നം നിറവേറപ്പെടുവാൻ യോസെഫ് 17-ാമത്തെ വയസ്സിലാ താൻ സ്വപ്നങ്ങൾ കാണുന്നതും ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതും, ഹല്ലേലൂയ, ഭവനത്തിൽ നിന്ന് തന്റെ സഹോദരൻ ക്ഷേമന്വേഷിച്ച് പുറപ്പെടുന്നതും, അവിടെ നമുക്കറിയാം താൻ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുകയാ. കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വരുന്നത് 30-ാമത്തെ വയസ്സിൽ, 17-ാമത്തെ വയസ്സിൽ സ്വന്തം സഹോദരൻ ക്ഷേമന്വേഷിച്ച് പുറപ്പെടുന്ന സഹോദരൻ യോസേഫ് കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ 30 വയസ്സ് എന്ന് വെച്ചാൽ നീണ്ട 13 വർഷം യോസെഫിന് വാഗ്ദത്ത നിവർത്തീകരണത്തിനായി, സ്വപ്ന നിവർത്തീകരണത്തിനായി കാത്തിരിക്കേണ്ടതായി വന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവൈതലേ, നിനക്ക് വേണ്ടി തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന, നിനക്ക് വേണ്ടി നിവർത്തീകരിക്കുന്ന ഒരു ദൈവം നിന്നോട് കൂടെയുണ്ട്. രിഗമന വൈഡമന. ഹല്ലേലൂയ. എന്റെ വിഷയം ഇതായിരുന്നു. വാഗ്ദാനങ്ങളിൽ ഒന്നും വെറുതാവാക്കാതെ സകലവും നിവർത്തിയാക്കിയ ദൈവം. പ്രിയ ദൈവം, നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പറഞ്ഞ വാഗ്ദത്തം ഒന്നുപോലും വൃഥാവാക്കാതെ നിനക്ക് വേണ്ടി നിവർത്തിച്ചു തരുന്ന ഒരു ദൈവം നിന്നോട് കൂടെയുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപരായ സ്വർഗീയ നല്ല പിതാവേ, അപ്പ ഇത്രത്തോളം അങ്ങയുടെ സന്നിധിയിൽ കർത്താവ് വചനമായി നിൽക്കുവാൻ അടിയനിടയാക്കിനെ സ്തോത്രം. നാളുകൾ കേട്ട വചനം പോലെ കർത്താവെ, ഹല്ലേലൂയ കർത്താവെ, പുതിയ നിയമ ഇസ്രായേലായി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവം തന്ന വാഗ്ദാനങ്ങൾ, വാഗ്ദത്തങ്ങൾ നാളുകളിൽ കർത്താവ് ഒന്നുപോലും വൃഥാവാക്കാതെ ഞങ്ങളുടെ ജീവിതത്തിൽ തക്ക സമയത്ത് നിവർത്തീകരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ ഖാലി ഗ്രൂപ്പിന്റെ അഡ്മിനായി പ്രവർത്തിക്കുന്ന കർത്താവെ, ദൈവം ഞങ്ങളുടെ ദാസിദാസന്മാരെ, പ്രത്യേക കർത്താവ് ചീഫ് അഡ്മിനായി പ്രവർത്തിക്കുന്ന സുരേഷ് അവറുകൾ, അല്ലെങ്കിൽ മറ്റ് പ്രിയപ്പെട്ടവർ എല്ലാവരും ഒരുപോലെ അനുഗ്രഹിക്കുമാറുണ്ട്. ശുശ്രൂഷ മേഖലകൾ, അവിടെ ഉപജീവന മാർഗങ്ങൾ ദൈവമൊക്കെയും അനുഗ്രഹിക്കപ്പെടുവാനൊക്കെ ഇടയാകണമേ. രോഗികളായി ഭാരപ്പെടുന്നവർ എന്നെ കേൾക്കുന്നുണ്ട്. അതിവേഗത്തിലൂടെ വചനം അയച്ച് വിടുവിക്കണമേ. ഞങ്ങളുടെ ദാസന്മാരുടെ ശുശ്രൂഷ കർത്താവെ മേഖലകൾ അനുഗ്രഹിക്കപ്പെടത്ത കർത്താവ് വിശാലത നാളുകളിൽ കർത്താവെ കൽപ്പിക്കുമാറാകണം. നാളുകളിൽ കർത്താങ്ങളുടെ ദാസന്മാരോടുള്ള ദാസിമാരോടുള്ള വാഗ്ദാനങ്ങളെ നാളുകളിൽ
നിവർത്തീകരിപ്പാൻ തൊക്കണം കർത്താവ് ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണപ്പാ. ഒന്നുപോലും വൃതാവാക്കാതെ സകല നിവർത്തിപ്പാൻ ശക്തനായ ദൈവത്തെ കർത്താവ് ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ സേവിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുകയാണപ്പാ. ദൈവമേ എല്ലാവരുടെ വിശ്വത്തുമേല അവരുടെ വാഗ്ദത്തങ്ങളിൽ അങ്ങ് നിവർത്തീകരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതേ എന്നെ വചന ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ചതായ പ്രിയ അതേ റോസ്ലിൻ സുരേഷ് അവറുകൾ, മറ്റ് പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ഹല്ലേലൂയ സ്തോത്രം. ദേവദാസിദാസന്മാർ, അതേ ചീഫ് പട്നായിക്, പ്രിയ ദേവദാസി, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദിയ സ്നേഹത്തെ അറിയിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യം ഉപസ്മരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഹല്ലേലൂയ.